അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കണ്ടെത്തിയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് വി എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്താക്കി എടുക്കുകയാണ്. നമുക്ക് y = f(x) എന്നുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ വെലോസിറ്റി ഫംഗ്ഷൻ ആക്കി എടുക്കുകയാണ്. ആ വെലോസിറ്റി നേരത്തെ നമ്മൾ എടുത്തിരുന്ന ഫംഗ്ഷൻ്റെ പോലെ എന്താവണം, കണ്ടിന്യൂസും ആവണം. അതുപോലെ തന്നെ v(t) ഓൾവേസ് >0, അതായത് നോൺ നെഗറ്റീവ് എന്നുള്ള കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നുള്ള ഇൻ്റർവൽ തന്നെ എടുക്കുന്നത്. ഈ ഇൻ്റർവൽ ഇവിടെ ടൈം ഇൻ്റർവെല്ലാക്കിയിട്ടാണ് എടുക്കുന്നത്. അതായത് നമുക്കറിയാലേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതായിരിക്കും. എ എന്നുള്ള ടൈം അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എ എന്നുള്ള ടൈം ഇൻ്റർവെല്ലിൽ നിന്നും ബി എന്നുള്ള ടൈം ഇൻ്റർവെല്ലിലേക്ക് എത്താൻ ആ പാർട്ടിക്കിൾ എടുക്കുന്ന ടൈം ഇൻ്റർവെല്ലിൻ്റെ വേരിയേഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ v(t) എന്നുള്ള ഒരു കണ്ടിന്യൂസ് വെലോസിറ്റി ഫംഗ്ഷനിലൂടെ എന്താണ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആ ഫംഗ്ഷൻ, അതിന് നമ്മൾ വെലോസിറ്റി ഫംഗ്ഷൻ ഇടുന്നത്. അതെന്തിനോട് ഈക്വലാന്ന് എടുക്കുക, അപ്രോക്സിമേറ്റ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ദി വെലോസിറ്റി. ആ വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഏരിയനോട് അപ്രോക്സിമേറ്റ് ന്യൂമറിക്കലി ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷൻ്റെ ഏരിയ എങ്ങനെയായിരുന്നു ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നത്, ഒരു ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ഏരിയ ഈക്വൽ ടു റെക്റ്റാങ്കിളൊക്കെ ഫോം ചെയ്തിട്ടായിരുന്നു നമ്മൾ ഏരിയ ഈക്വലാന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ അവിടെ ആ y = f(x) എന്നുള്ള ഫംഗ്ഷന് പകരം ഇവിടെ എന്താണെന്നുള്ളൂ, v എന്നുള്ള ഒരു കണ്ടിന്യൂസ് വെലോസിറ്റി ഫംഗ്ഷൻ ആണെന്നുള്ളൂ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ ഓൾവേസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി റീജിയൻ. ആ റീജിയൻ്റെ ആ വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഏരിയനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നുള്ള ആ ഒരു ഇൻ്റർവെല്ലിനെ n സബ് ഇൻ്റർവെൽസും അതുപോലെ തന്നെ ∆t എന്ന് പറയുന്ന ചേഞ്ച്, അവിടെ ∆x ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ടൈമിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ടൈം വേരിയേഷൻ ആക്കിയിട്ട് എടുക്കുന്നത് ∆t എന്ന് പറയുന്നത് b-a/n. അതുപോലെ തന്നെ n+1 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. n+1 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ t0 = a to t1 = a എന്നുള്ള ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ പോയിൻ്റ്, എൻ പോയിൻ്റ് അല്ലേ. അടുത്തത് a+∆t എന്നുള്ള ചേഞ്ച് അടുത്ത നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക, ∆2t എന്നുള്ള നമ്പർ അടുത്തതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അങ്ങനെ പോകുന്നതായിരുന്നു നമ്മളുടെ വെലോസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നത്. അതായത് t0 എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് tn = ബിയിലെത്തുന്ന ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രൈറ്റ് ലൈനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളുടെ വെലോസിറ്റി v(t) എന്നുള്ള കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ t0 t1 ഉള്ള നേരത്തെ പോലെ തന്നെ നമ്മൾ ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ t0 t1 t1 t2 എക്സെട്ര tn-1 tn എന്നുള്ള n സബ് ഇൻ്റർവെൽസും n+1 ഈക്വലി പോയിൻറ്റ്സ്, n+1 എന്ന് പറയുമ്പോൾ t0 എന്നുള്ളൊരു പോയിൻറ്റ്, t1 t2 എക്സെട്ര tn-1 tn എന്നുള്ള n+1 ഈക്വൽ പോയിൻറ്റ്സ് തന്നെയാണ്. അതായത് ഇത് ഈക്വലാണ്, ഈക്വൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ∆t വേരിയേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ആ ∆t എന്താണ് എല്ലായിടത്തും ഈക്വൽ ആക്കിയിട്ട് എടുക്കുന്നത്. എല്ലാത്തിലും നമ്മൾ ∆t ഇപ്പോൾ നമ്മളിവിടെ ഏരിയ പറഞ്ഞപ്പോഴും ∆x എന്നുള്ളതായിരുന്നു എടുത്തിരുന്നത് അല്ലേ. ചേഞ്ച് ഇൻ എന്തായിരുന്നു, വിഡ്ത്തായിരുന്നു എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ടൈം പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ടൈം ഇൻ്റർവെൽ ആകില്ല, ചേഞ്ച് ഇൻ ടൈമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ C1 എന്നുള്ളൊരു പോയിൻ്റ് എടുക്കുകയാണ്. C1 എന്നുള്ള പോയിൻ്റ് എവിടെ നമ്മൾ എടുക്കുന്നത്, t0 t1 എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത് C1 എന്നുള്ള പോയിൻ്റ് എടുത്താൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, നമ്മളുടെ v(c1) എന്നുള്ള ഒരു വെലോസിറ്റി ഫംഗ്ഷനാണ് നമുക്കിവിടെ അല്ലേ. അപ്പോൾ v(c1) എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ C2ന് കറസ്പോണ്ടിങ് ആയിട്ട് v(c2) ഉണ്ടായിരിക്കും, എക്സെട്ര cnന് കറസ്പോണ്ടിങ് ആയിട്ട് v(cn) ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് t0 t1 ഉള്ള ഈ ഒരു ഇൻ്റർവെല്ലിനകത്തുള്ള C1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് സ്പീഡാണ് എന്തെന്ന് പറയാം, v(cn) അല്ലേ. C1 എന്നുള്ള പോയിൻ്റ് എടുക്കുമ്പോൾ ഇവിടെ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡാണ് പാർട്ടിക്കിളിൻ്റെ. അടുത്തത് C2 എന്നുള്ളതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്പീഡാണ് v(c2) എക്സെട്ര c3ൻ്റെത് v(c3), cnൻ്റെത് v(cn) എന്നുള്ള കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അപ്പോൾ t0 t1 എന്നുള്ള ഇൻ്റർവെല്ലിനകത്ത് വരുന്ന കോൺസ്റ്റൻറ്റ് സ്പീഡാണ് എന്ത്, v(c1). ഓക്കെ, v(c1) എന്നുള്ള കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ നമുക്ക് t0 നിന്നും t1ലേക്ക് ഇവിടുന്ന് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോഴുള്ള വെലോസിറ്റി ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ പറയാം, അതായത് എങ്ങനെ
എഴുതാം? ടൈമിൽ വരുന്ന വേരിയേഷൻ ഇൻറ്റു സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് വരും. അപ്പോൾ ടൈമിൽ വരുന്ന വേരിയേഷൻ ഇൻറ്റു സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇപ്പോൾ നമ്മൾ എന്താണ് എഴുതി? V(c1) എഴുതി. ടൈമിൽ വരുന്ന വേരിയേഷൻ എന്താണ്? എല്ലാത്തിലും കോമൺ ആണ്, ഡെൽറ്റ ടി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് T0 T1 ഉള്ള ഈ ഒരു ഇൻ്റർവെലിനകത്ത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു D ഈക്വൽ ടു V(c1) ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം അല്ലേ? അതുപോലെ T1 T2 എന്നുള്ള ഈ ഒരു ഇൻ്റർവെൽ, അടുത്ത ഇൻ്റർവെൽ എടുക്കുക. അടുത്ത ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ T1 T2 ഈ ഒരു ഇൻ്റർവെലിനകത്ത് ഇപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ, ഇവിടെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? അപ്പോൾ നമുക്ക് ഇത് D1 എന്നുള്ള ഡിസ്റ്റൻസ്, ഇത് D2 എന്നുള്ള ഡിസ്റ്റൻസ്, D3 എന്നുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് D എന്നുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെ D എന്നാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് D ക്യാപിറ്റലിന് സ്മോളിൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം D1 ഉള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എടുത്തു. ഇവിടെ D ക്യാപിറ്റൽ സ്മോൾ എന്ത് കൊടുക്കാം? D1 ഉള്ള ഡിസ്റ്റൻസ് എടുത്തു. അടുത്ത് T1 T2 എന്നുള്ള ഈ ഒരു ഇൻ്റർവെലിനകത്ത് വാരി ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? V(c2) ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ള ഇതാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് അല്ലേ? അപ്പോൾ നമുക്ക് D2 എന്നുള്ളത് എന്ത് എഴുതാം? ആ ഒരു ഇൻ്റർവെലിനകത്ത് V(c2) ഇൻറ്റു ഡെൽറ്റ ടി, അതായത് സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻറ്റു ടൈമിൽ വരുന്ന വേരിയേഷൻ. അങ്ങനെ നമുക്ക് എക്സെട്ര T ഈക്വൽ ടു എയിൽ നിന്നും B വരെ എത്താനുള്ള സ്പീഡ് നമുക്ക് എങ്ങനെ, ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻറ്റു ടൈമിൽ വരുന്ന വേരിയേഷൻ. അത് ഫസ്റ്റത്തെ ഇതിൻ്റെ എടുക്കാം, അടുത്തത് ഫസ്റ്റത്തെ ഇൻ്റർവെലിൻ്റെ എടുക്കാം, രണ്ടാമത്തെ ഇൻ്റർവെലിൻ്റെ, മൂന്നാമത്തെ, അങ്ങനെ ഓരോന്നും കൂടെ നമുക്ക് എന്ത് എഴുതാം? T ഈക്വൽ ടു A ടു T ഈക്വൽ ടു Bയിൽ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V(c1) ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് V(c2) ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് എക്സെട്ര പ്ലസ് V(cn) ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു സമ്മേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? സിഗ്മ k ഈക്വൽ ടു 1 to n V(ck) ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? D ഈക്വൽ ടു, നമുക്ക് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? D ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്, D ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n V(ck) ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമുക്കിത് മതി ശരിക്ക്. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും കൂടെ കൊടുക്കുമ്പോൾ ഈ ഒരു ഫോമിൽ. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക നേരത്തെ പോലെ തന്നെ ഏരിയയുടെ അതേപോലെ തന്നെയാണ്. ഏരിയ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ആ ഫംഗ്ഷൻ്റെ ഇവിടെ ഏതാണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഏരിയ ഇൻറ്റു അതിൽ വരുന്ന വിഡ്ത്ത് എടുത്തിരുന്നു. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന നമ്മളുടെ വെലോസിറ്റി ഫംഗ്ഷൻ, ആ വെലോസിറ്റി ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻറ്റു അതുപോലെ തന്നെ അതിൽ വരുന്ന ടൈം വേരിയേഷൻ, അത് നമ്മൾ എന്ത് വിളിക്കാം? ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഫ്രം A ഈക്വൽ ടു B എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n V(ck) ഇൻറ്റു ഡെൽറ്റ ടി, വേർ V(ck) എന്നുള്ളത് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, ഡെൽറ്റ ടി എന്ന് വരുന്ന ടൈമിൽ വരുന്ന വേരിയേഷനാണ്. അപ്പം ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം വരുന്നത് നമ്മളുടെ പ്രോബ്ലം വരുന്നത് അപ്പോൾ പ്രോബ്ലം പറയുന്നത് the speed of the cyclist is measured at 4-second intervals over a 32-second time span and recorded in the following time. അപ്പോൾ ഒരു സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് നമുക്ക് 4 സെക്കൻഡിൽ ഉള്ള ഇൻ്റർവെല്ലിൽ 4 സെക്കൻഡ് ടു 32 സെക്കൻഡ് വരെയുള്ള റെക്കോർഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം എന്നുള്ളത് 0 to 32 എന്നുള്ള ഇൻ്റർവെല്ലിനകത്ത് സീറോൻ്റെ സ്പീഡ് പറയുന്നത് 2, 0 ടൈമിൽ, അതായത് ടൈം 0 ആകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ 2 ആണ് സ്പീഡ്, ടൈം 4 ആകുമ്പോൾ 4, 8, 6, 12, 10. അപ്പോൾ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇഫ് വി ഡിനോട്ട് ദ വെലോസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ വി എന്നുള്ളത് വെലോസിറ്റി ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് അങ്ങോട്ടാണ് സൈക്ലിസ്റ്റിൻ്റെ ടൈം ഇൻ്റർവെൽ തന്നിട്ടുള്ളത്? 0 to 32 എന്നുള്ള ഇൻ്റർവെൽ, 0 to 32 എന്നുള്ള ടൈം ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇവിടെ തന്നെ പറയാം അല്ലേ? വി എന്താണ്? ക്ലിയർലി എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് വി എന്നുള്ളത്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി കണ്ടിന്യൂസ് ഫംഗ്ഷനിലാണ്. അതുപോലെ തന്നെ നമ്മളോട് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം 0 to 32ൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഫസ്റ്റ് പറയുന്നത് n8 ആകുമ്പോൾ 8 റെക്റ്റാങ്കിൾസ് ആൻഡ് ചൂസിങ് CK ടു ബി ദ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ഓഫ് ദി kth സം ഇൻ്റർവെൽ. അപ്പോൾ നമ്മളോട് എന്നും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ഏരിയയുടെ പ്രോബ്ലം ചെയ്തപ്പോഴും അങ്ങനെ ആയിരുന്നു. ചില കേസിൽ നമുക്ക് എത്ര ഇൻ്റർവെൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലതിൽ
സി എങ്ങനെയാണ് സി ഐ നമ്മളവിടെ എടുത്തിരുന്നത്, സി ഐ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കേസാണ് പറയുന്നത്. സി കെ എന്നുള്ളത് ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടും അതുപോലെ തന്നെ അടുത്തതിൽ റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടും അതുപോലെ തന്നെ മിഡ് പോയിൻ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് എൻ എത്ര ആകുമ്പോഴാണ്, 8 ആകുമ്പോൾ അല്ലേ, 8 റെക്റ്റാങ്കിൾസ് ആൻഡ് ചൂസിങ് സി കെ ടു ബി ദ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ഓഫ് ദി kth സബ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് എൻ എത്ര എടുക്കുമ്പോഴാണ്, 8 വരുമ്പോഴല്ലേ. അപ്പോൾ എൻ 8 വരുമ്പോഴുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം പാർട്ടീഷൻ എവിടെ നിന്ന് കിട്ടുകയാണ്, 0 to 32 വരെയാണ് അല്ലേ പറയുന്നത്. നമ്മളുടെ 0 to 32 എന്ന് പറയുമ്പോൾ അവിടെ എന്നെ നമുക്ക് ഇവിടെ തന്നെ അറിയാം. 0 to 32 പറയുമ്പോൾ 8 ആണെന്ന് തന്നിട്ടുണ്ട്. 8 സബ് ഇൻ്റർവെൽസ് ആയിട്ടാണ് നമുക്ക് ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് T0 എന്നുള്ള പോയിൻ്റ് എത്രയാണ്, T0 എന്നുള്ളത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. T1 അതുപോലെ എന്താണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 4 ആണ്, T2 എന്ന് പറയുന്നത് 8 ആണ്, T3 എന്ന് പറയുന്നത് 12 ആണ്, T4 16, എത്രയാണ് പറഞ്ഞിട്ട് ഓരോന്നും എത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് എഴുതാം. T1 എന്ന് പറയുന്നത് 4, T2 8, T3 12 എക്സെട്ര, T8 32 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡെൽറ്റ ടി നമുക്ക് എന്താണ്, ഡെൽറ്റ ടി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, B-A/N ആണ് അല്ലേ. B- എന്ന് പറയുമ്പോൾ 32 - 0/8 വരും. 32/8 എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി കിട്ടി എന്താണ്, 4 ആണെന്നുള്ളത്. ഇനി ഡിസ്റ്റൻസ് നമുക്ക് ഫസ്റ്റ് നമ്മളോട് സി എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളത്. C1 എന്ന് പറയുമ്പോൾ T0 T1 ഉള്ള അതിൻ്റെ ഫസ്റ്റ് എ പാർട്ട് എന്താ നമ്മളോട് പറഞ്ഞുള്ളത്, സി ചൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ഓഫ് ഈച്ച് സബ് ഇൻ്റർവെൽ എന്നാണ്. അപ്പോൾ T0 T1 ഉള്ള ഈ ഒരു ഇൻ്റർവെൽ T0 T1 എന്ന് പറയുമ്പോൾ 0 4, ഇതിൻ്റെ അകത്തുള്ള ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് പറയുമ്പോൾ 0 അല്ലേ. അതായത് നമുക്ക് C1 എന്തായി ചൂസ് ചെയ്യാം, 0 ആയി ചൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് T1 T2 എന്ന് പറയുമ്പോൾ ഏതാണ് നമുക്ക് വരുന്നത്, T1 T2 എന്ന് പറയുമ്പോൾ 4 8, ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത് 4 അല്ലേ. അപ്പോൾ നമുക്ക് C2 എന്ന് പറയുന്നത് 4 ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ C2 എന്ന് പറയുന്നത് 4 ആയിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ C3 എങ്ങനെ വരും, C3 = T2 T3ൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ്. T2 T3 എന്ന് പറയുന്ന ഇൻ്റർവെൽ ഏതാ വരുന്നത്, T2 12 ആണ്, T2 8 ആണ്, 12 എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് 8 ആണ് C3 ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻ്റർവെലിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് വരുമ്പോൾ C3 കിട്ടും. അങ്ങനെ നമുക്ക് C8 വരെ കാൽക്കുലേറ്റ് ചെയ്യാം എക്സെട്ര. C8 എന്ന് പറയുന്നത് 28 ആണെന്ന് കിട്ടും. ഞാൻ എല്ലാതും ഇവിടെ എഴുതുന്നില്ല, അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം എ എന്ന് പറയുന്നത് 0 to 32 ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ K = 1 to n. n എന്ന് പറയുന്നത് ഇവിടെ 8 ആണ് അല്ലേ. K = 1 to 8 V of CK into delta T എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഓരോന്നും എഴുതാം. V of C1 plus V of C2 plus V of C3 plus V of C4 plus V of C5 plus V of C6 plus V of C7 plus V of C8 അല്ലേ. ഓൾ എന്തുകൂടെ ഉണ്ട്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് കിട്ടി 4 ആണ് അല്ലേ. 4 അപ്പോൾ ഈക്വൽ ടു V of C1 എന്ന് പറഞ്ഞാൽ എന്താണ്, V of 0 അല്ലേ. V of 0 C1 ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0 ആണെന്നുള്ളത്. C1 0 ആണ്, ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എടുത്തു, C2 4 ആണ്, അങ്ങനെ എടുത്തു. അപ്പോൾ നമുക്ക് പ്ലസ് V of C2 എന്താണെന്ന് കിട്ടി, 4 ആണെന്ന് കിട്ടി അല്ലേ. പ്ലസ് V of 8 ആണെന്ന് കിട്ടി. അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സെട്ര പ്ലസ് V of C8 കിട്ടിയത് 28 ആണ്. ഇതെല്ലാതും കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ, ഇൻറ്റു 4 കൂടെ. അപ്പോൾ ഈക്വൽ ടു 4 ×
വി ഓഫ് സീറോ അപ്പോൾ നമ്മൾ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു 0. ടൈം 0 ആകുമ്പോൾ 2 ആണ് സ്പീഡ് അല്ലേ. അപ്പോൾ വി ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്. വി ഓഫ് 4 എന്ന് പറയുന്നത് 4 ആണ്. വി ഓഫ് 8 എന്ന് പറയുന്നത് 6 ആണ്. വി ഓഫ് 12 എന്ന് പറയുന്നത് 10 ആണ്. വി ഓഫ് 16 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് വി ഓഫ് 0 എന്നുള്ളത് എന്താ എഴുതുക, 2 ആണെന്ന് എഴുതാം അല്ലേ. അപ്പോൾ വി ഓഫ് 0 എന്നുള്ളത് 2 എന്ന് എഴുതി. പ്ലസ് വി ഓഫ് 4 എന്ന് പറയുമ്പോൾ എന്താ വരിക, വി ഓഫ് 4 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ എഴുതി കൊടുക്കുക. അങ്ങനെ ഓരോന്നും എഴുതി കൊടുക്കുക. വി ഓഫ് 4 ആണ്. വി ഓഫ് 8 എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, വി ഓഫ് 8 6 ആണ്. പ്ലസ് വി ഓഫ് അടുത്തത് വരുന്നത് 10 ആയിരിക്കും. 10 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് 12 പ്ലസ് ഇവിടെ നമുക്ക് എല്ലാ എലമെൻറ്റും കണ്ടെത്തണം കേട്ടോ. നമ്മൾ വി ഓഫ് 8 വരും, പിന്നെ വി ഓഫ് 10 ആയിരിക്കും, വി ഓഫ് 12 അങ്ങനെ എല്ലാതും കണ്ടെത്തുക. അപ്പം 12 പ്ലസ് 14 പ്ലസ് 10 പ്ലസ് 8 ഈക്വൽ ടു 264 ഫീറ്റ് എന്നാണ് ആൻസർ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സി കെ എന്നുള്ളത് ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്തപ്പോൾ 264 ആണ് നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വരുന്നത്. അങ്ങനെ എടുത്തു. C1 നമ്മളിപ്പോൾ എങ്ങനെ സി കെ എന്നുള്ളത് ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്തത്. ഇനി അതുപോലെ നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാനാണ്. അപ്പോൾ റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. റൈറ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ T0 T1 ഉള്ള ഈ ഇൻ്റർവെൽ എടുക്കുക. T0 T1 ഉള്ള ഇൻ്റർവെൽ എന്താ വരുന്നത്, 0 അതുപോലെ തന്നെ 4 അല്ലേ. 0 4 എന്നുള്ള ഈ ഇൻ്റർവെൽ എടുക്കുമ്പോൾ നമുക്ക് C1 എങ്ങനെ ചൂസ് ചെയ്യാം, റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ C1 വിച്ച് ഇംപ്ലൈസ് C1 ഈക്വൽ ടു 4 എന്ന് വരും. റൈറ്റ് എൻഡ് പോയിൻ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവെലിൻ്റെ റൈറ്റ് എൻഡ് പോയിൻ്റ് പറയുമ്പോൾ ഇത് വരും 4 എന്ന് വെക്കാം. അങ്ങനെ അടുത്തത് C2 എന്നുള്ളത് എന്ത് വരും, 8 എന്ന് വരും. C2 എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ C2 എന്ന് പറയുന്നത് T0 T1 T2 എന്നുള്ള ഇൻ്റർവെല്ലാണ്. T1 T2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, T1 എന്ന് പറയുന്നത് 4 ആണ്, T2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് C2 ഈക്വൽ ടു എന്ത് എഴുതാം, 8. റൈറ്റ് എൻഡ് പോയിൻ്റ് 8 ആണെന്ന് എഴുതാം. അങ്ങനെ C3 എന്ത് വരും, അപ്പോൾ C3 എന്ന് പറയുന്നത് 12 വരും. 4 8 12 16 അങ്ങനെ വരും. C4 എന്ന് പറയുന്നത് 16. ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്താൽ മതി എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഓരോ ഇൻ്റർവെൽ എടുക്കുക, അതിൻ്റെ റൈറ്റ് എൻഡ് പോയിൻ്റ് എടുക്കുക. C5 എന്ന് പറയുന്നത് 20 വരും. C6 എന്ന് പറയുന്നത് 24 വരും. C7 28 C8 32 വരും. അപ്പോൾ നമ്മളത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം D ഈക്വൽ ടു T0 ഈക്വൽ ടു 0 ടു Tn ഈക്വൽ ടു 32. അപ്പോൾ എങ്ങനെ എഴുതാം, സിഗ്മ K ഈക്വൽ ടു 1 to 8 V ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. ഞാൻ ഈ വാല്യൂ വലിച്ച് എഴുതുന്നില്ല, അങ്ങനെ പറയാണ്. വി ഓഫ് സി കെ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി നമുക്ക് 4 ആണ് കിട്ടിയില്ലേ. വി ഓഫ് സി കെ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരും, വി ഓഫ് 4. C1 എന്ന് പറയുമ്പോൾ വി ഓഫ് C1 പ്ലസ് വി ഓഫ് C2 പ്ലസ് വി ഓഫ് C3 അങ്ങനെ വരിക. വി ഓഫ് 4 ഇൻറ്റു വി ഓഫ് 8 പ്ലസ് വി ഓഫ് 12 പ്ലസ് എക്സെട്ര പ്ലസ് വി ഓഫ് 32 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 4 ഇൻറ്റു വി ഓഫ് 4 എന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. V4ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ആണ്, 8ന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തത് 6 ആണ്, പ്ലസ് 10 പ്ലസ് 12 പ്ലസ് എക്സെട്ര പ്ലസ് എല്ലാതും കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇവിടെ വി ഓഫ് 12 കഴിഞ്ഞ് അടുത്തത് വരിക വി ഓഫ് 16 ആണ് കേട്ടോ. പിന്നെ വി ഓഫ് 20. ഇത് ഓരോന്നും ഓരോ ഇൻ്റർവെൽ എടുത്ത് നമ്മൾ ചെയ്യണം. ഈക്വൽ ടു പ്ലസ് എക്സെട്ര പ്ലസ് വി ഓഫ് 32 എന്ന് പറയുന്നത് ലാസ്റ്റ് 6 എന്ന് വരും. അപ്പോൾ ഈക്വൽ ടു നമ്മളിതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 280 ഫീറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം T ഈക്വൽ ടു 0 ടു T ഈക്വൽ ടു 32 എന്ന് പറയുന്നത് സി കെ റൈറ്റ് എൻഡ് പോയിൻ്റ് ആക്കി എടുക്കുമ്പോൾ 280 എന്ന് വരും. നെക്സ്റ്റ് ഇതിലെ സി പാർട്ടാണ്. സി പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യനിൽ തെറ്റിയതാണ്. ഇവിടെ N ഈക്വൽ ടു 4 ആണ് സിയിൽ. അതായത് സി പാർട്ട് എന്ന് പറയുമ്പോൾ മിഡ് പോയിൻ്റ് ആണ് അല്ലേ. മിഡ് പോയിൻ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് N ഈക്വൽ ടു 4 ആകുമ്പോഴുള്ള കേസിലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ടോട്ടൽ ചേഞ്ച് വരും, കാരണം നമുക്കറിയാം നമ്മൾ T വാരി ചെയ്യുന്നത് 0 ടു 32 ആണ് എടുത്തത് അല്ലേ. ഈ ഒരു ഇൻ്റർവെലിനകത്തേ വരാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളിവിടെ നമ്മളുടെ ഡെൽറ്റ ടി തന്നെ വാരി ചെയ്തു, കാരണം ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എന്താ വരിക, B-A/N ആണ് അല്ലേ. B-A/N എന്ന് പറയുമ്പോൾ 32 - 0/N ഇവിടെ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി ഇവിടെ വരുന്നത്, ഈ ഒരു കേസിൽ ഡെൽറ്റ ടി വരുന്നത് 8 ആണ്. അപ്പോൾ ഡെൽറ്റ ടി 8 ആകുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ T0 എന്നുള്ള പോയിന്റ് 0 ആക്കി എടുത്താൽ T1 എന്താ വരിക, 8 ഇത് കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 8 എന്നുള്ളതാണ് T1 വരിക. T2 എന്ന് പറയുന്നത് എന്ത് വരും, വീണ്ടും ഇതിലൂടെ 8 ആഡ് ചെയ്യുന്നത് 16 വരും.
T3 എന്ന് പറയുന്നത് വീണ്ടും ഇതിലൂടെ 8 ആഡ് ചെയ്യണത് 24 എന്ന് വരും. ആൻഡ് T4 എന്ന് പറയുന്നത് 32. അപ്പോൾ ഇത്ര ഇൻ്റർവെല്ലേ നമുക്ക് ഇതിനകത്തുള്ളൂ. കാരണം നമുക്ക് 0 to 32 ഇതിൻ്റെ ഇടയിലാണ് വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ 1 2 3 4 5 5 ഇൻ്റർവെൽസ് ആയിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 4 നമുക്കറിയാം, നമ്മൾ N4 ആയിട്ട് ചൂസ് ചെയ്തപ്പോൾ 4 ഇൻ്റർവെൽസും 5 ഈക്വൽ പോയിൻറ്റ്സുമായിട്ട് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് കിട്ടി. നമുക്ക് C1 എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്? C1 എന്ന് പറയുന്നത് T0 T1 T1 ഇതിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ. T0 T1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 0 8 എന്നുള്ളതാണ് നമ്മളുടെ ഇൻ്റർവെല്ല്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 0 + 8/2 എന്ന് വരും അല്ലേ. 0 + 8/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 4 എന്ന് വരും. അടുത്തത് C2 എന്ന് പറയുന്നത് എന്താ വരിക? T1 T2 എന്ന് പറയുന്നത് 8 16ൻ്റെ 16 + 8/2 എന്ന് വരും. 16 + 8/2 എന്ന് പറയുമ്പോൾ 12 എന്ന് വരും. നെക്സ്റ്റ് അടുത്തത് C3 ഇതേപോലെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് C3 20 എന്ന് കിട്ടും. C4 അതുപോലെ തന്നെ 28 ആണെന്നും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. C3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? C3 എന്ന് പറയുമ്പോൾ D2 D3 എന്ന് പറയുമ്പോൾ 16 24 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുമ്പോൾ 20 വരും. അടുത്തത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുമ്പോൾ 28 വരും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. D = ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം D = 0 to D = 32 ചൂസിങ് CK ആസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ഈച്ച് ഇൻ്റർവെൽ. നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? D = sigma k = 1 to 4 അല്ലേ. V of CK into delta T എന്ന് വരും. അപ്പോൾ delta T കോമൺ ആണ്, 8 വരുന്നത്. V of C1 plus V of C2 plus V of C3 plus V of C4 എന്ന് എഴുതാം. ഈക്വൽ ടു 8 into V of C1 എന്നിങ്ങനെ എഴുതാം. നമുക്ക് V of C1 എന്ന് പറഞ്ഞാൽ V of 4 അല്ലേ, പ്ലസ് V of C2 എന്ന് പറയുന്നത് 12 V of 12 പ്ലസ് V of C3 എന്ന് പറയുമ്പോൾ V of 20 പ്ലസ് V of 28 എന്ന് വരും. ഈക്വൽ ടു 8 into V of 4 എന്തായിരുന്നു നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. V of 4 എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ V of 12 എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്, അപ്പോൾ അത് നമുക്ക് എഴുതാം. ഈക്വൽ ടു V of 4 എന്ന് പറയുന്നത് 4 + 10 + 14 + 8 ഈക്വൽ ടു 288 ഫീറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ. എന്താക്കുമ്പോൾ മിഡ് ടൈം ഇൻ്റർവെല്ലിൽ CK എന്നുള്ളത് മിഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയില്ലേ ഇത്? അപ്പോൾ ഡിസ്റ്റൻസും ഏരിയയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരു ഭാഗത്തിൽ. അതായത് സാധാരണ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ്റെ ഏരിയനോട് ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫംഗ്ഷൻ്റെ ഡിസ്റ്റൻസ് പറയുകയാണ്. അതായത് അവിടെ ആ ഫംഗ്ഷൻ എന്താക്കിയിരിക്കുക, വെലോസിറ്റി പ്രോബ്ലത്തിലാണ് ഇത് വരിക. വെലോസിറ്റി ഫംഗ്ഷൻ ഇവിടെയും V of t ഓൾവേസ് എന്തായിരിക്കണം, കണ്ടിന്യൂസും അതുപോലെ തന്നെ നോൺ നെഗറ്റീവ് ആയിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസും നോൺ നെഗറ്റീവും കൂടെ ആയിരിക്കണം. ഇത്രേ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാകുമ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഇനി ഓരോരോ ഡെഫിനിഷൻസിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അതായത് ഇനി ജനറൽ ഡെഫിനിഷനും പിന്നെ അതുപോലെ തന്നെ പ്രിസൈസ്ഡ് ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇവിടെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവരാൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ f എന്നുള്ളത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സ്മോൾ f എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. സപ്പോസ് നമ്മൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ABനെ n സബ് ഇൻ്റർവെൽസും നേരത്തെ പോലെ തന്നെ ഏരിയയുടെ ഭാഗത്ത് വെച്ചിട്ട് n സബ് ഇൻ്റർവെൽസും അതുപോലെ തന്നെ ഈക്വൽ n+1 പോയിൻറ്റ്സും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് Δx എന്ന് പറയുന്നത് b-a/n ഉള്ള n+1 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ്. അതായത് നമ്മൾ എടുക്കുന്ന Δx എപ്പോഴും എന്തായിരിക്കും, ഈക്വലായിട്ട് വരുന്ന കേസ് തന്നെ എടുക്കാം. അങ്ങനെ നമുക്ക് a = x0 > x1 > x2 > xn = b ഈ ഒരു സീക്വൻസിൻ്റെ ഫോമിൽ എനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ലേ. x0 ആയിരിക്കും ആദ്യം ചെറുത്, പിന്നെ x1 x2 എക്സെട്ര ഇങ്ങനെ ഫോമിൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, C1 ഉള്ള പോയിൻ്റ് ഒന്ന് ചൂസ് ചെയ്യും,
അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എഫ് ഏതാണോ ഫംഗ്ഷൻ അതുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ C1 C2 എന്ന് ചൂസ് ചെയ്യുന്നതാണ് ആർബിട്രറി പോയിൻറ്റ്സ് ഓഫ് ദി സബ് ഇൻട്രവൽസ് അല്ലേ. ഓരോ സബ് ഇൻട്രവലിൽ നിന്നും ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അവർ CK ലൈൻ ദ kth സബ് ഇൻട്രവൽ XK-1 XK എന്നുള്ള ഒരു ഇൻട്രവലിനകത്താണ് എന്ത് വരുന്നത് CK. നമ്മൾ ജനറലായിട്ട് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഒരു എഫിൻ്റെ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഏരിയ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഏരിയ പറഞ്ഞു, ഡിസ്റ്റൻസ് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഈ ഫംഗ്ഷൻ്റെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻറ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n f of c k ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ സെയിം ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഈ ഒരു ഇക്വേഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതൊരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷന് എഫ് ഇവിടെ എന്താന്ന് പറയാം? ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാം. ക്ലോസ്ഡ് ഇൻട്രവൽ AB എന്നുള്ള ഈ ഒരു ഇൻട്രവലിനകത്ത് എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻറ്റഗ്രേഷൻ. നമുക്കറിയാം അല്ലേ, ഇതതിൻ്റെ എന്താണ് ലോവർ പോയിൻ്റ് ആണ്, ഇത് അപ്പർ പോയിൻ്റ് ആണ്. ലോവർ ലിമിറ്റും അത് അപ്പർ ലിമിറ്റുമാണ്. ഇനി ഈ ഒരു പോർഷന് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിഗ്മ, ഈ ഒരു സമ്മേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീമാൻ സം. റീമാൻ സം എന്നാണ് ഈ ഒരു റീമാൻ സം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ഡെഫിനിഷനിലേക്കൊക്കെ പോവാണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എങ്ങനെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യാമെന്ന്, അതായത് ഇപ്പോൾ നമ്മൾ സാധാ ഏരിയയും ഡിസ്റ്റൻസും ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഓൾവേസ് എന്തായിരിക്കണം? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും അതുപോലെ തന്നെ നോൺ നെഗറ്റീവും ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ എടുക്കുകയാണ്? അതിൽ n+1 പോയിൻറ്റ്സും n+1 ഈക്വലി പോയിൻറ്റ്സ് ആണ്. അതായത് ഡെൽറ്റ എക്സ് അവിടെ വാല്യൂ ചെയ്യുന്നത് സെയിം ആണ്. അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ്റെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിന് CI ഒക്കെ ചൂസ് ചെയ്യുന്നത് അത് സെയിം അതുപോലെ തന്നെയാണ്. CIകൾ ചൂസ് ഇങ്ങനെ CI എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ ചൂസ് ചെയ്യുന്നത്? ഇൻറ്റഗ്രൽ a to b f of x dx ഈക്വൽ ഇതെന്താണ് ശരിക്കും? ഇതിൻ്റെ ഏരിയ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതിൻ്റെ ഏരിയ തന്നെയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഏരിയനോട് ഈക്വൽ തന്നെയാണ് ഈ ഇൻറ്റഗ്രബിൾ. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു ഏരിയയും ഡിസ്റ്റൻസും ഒക്കെ പറഞ്ഞു പോകുന്നത് ഈ ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഈ ഒരു ഏരിയ ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയാൽ നമുക്ക് എന്താ എഴുതാം? ഈ ഒരു സെയിം ഏരിയ തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് എഴുതാം. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ വാല്യൂ എന്നുള്ളത് ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീമാൻ സം. ഇതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഇൻറ്റഗ്രലിനെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഫിനെ എന്താണെന്ന് വിളിക്കാം? ഇൻറ്റഗ്രബിൾ ആണെന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ?